ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഒരുപാട് ഗെയിമിംഗ് ചാനലുകളിൽ നല്ല അടിപൊളി ലോഗോസ് ഒക്കെ ഗെയിമിങ്ങിന്റെ അടിപൊളി ലോഗോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അത്തരം ലോഗോസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ ക്ലിക്കിൽ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നല്ല അടിപൊളി പ്രൊഫഷണൽ ടച്ച് ഒക്കെ തരുന്ന അടിപൊളി ലോഗോസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് തരുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒരു നമ്മുടെ പേരൊക്കെ കൊടുത്ത് സേവ് ചെയ്താൽ മാത്രം മതി. ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അടിപൊളി ലോഗോ ക്രിയേറ്റ് ചെയ്യാം, ഒരു ഗെയിമിംഗ് ലോഗോ എങ്ങനെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ കൊണ്ട് ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തൊരു ബെല്ലൈക്കൻ ഓളാക്കിയിട്ടേക്ക് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ലോഗോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ലോഗോ ഇ സ്പോർട്ട് മേക്കർ എന്നാണ്. പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെയാണ് ഓപ്പൺ ആയി വരുന്നത്. അത്യാവശ്യം പെർമിഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ രണ്ടും അലൗ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയായിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത്. ക്രിയേറ്റ് ലോഗോ, മൈ ഡിസൈൻ, മൈ ലോഗോ ഒക്കെ എന്ന് വരും. ലോഗോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ലോഗോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയായിരിക്കും അവിടെ ഓപ്പൺ ആയി വരുന്നത്. അവിടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇരിക്കും. ഇനി നമുക്കവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്ചർ, അതുപോലെ തന്നെ ഇമേജ്, കളർ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വേണമെങ്കിൽ ഇതുപോലെ ലോഗോസ് ആദ്യമേ ആഡ് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള ഒരുപാട് ലോഗോസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലുള്ള ടെക്സ്ചറും കാര്യങ്ങളും ആഡ് ചെയ്ത് അതിൻ്റെ പുറത്തേക്കുള്ള ലോഗോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേഡിയൻ്റ് കളർ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ ഏതിൻ്റെ ഒരു ഇഷ്ടമുള്ളൊരു കളറോ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ശേഷം അതിൻ്റെ കപ്പാസിറ്റി ഇതുപോലെ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഹാർട്ടിൻ്റെ ചിഹ്നത്തിലോ സർക്കിളിലോ എങ്ങനെ വേണമെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ സെറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത് ലോഗോ എന്ന ഓപ്ഷൻ. ലോഗോ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾക്ക് ഒരുപാട് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോഗോസ് ഉണ്ട്. നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ലോഗോ. എല്ലാം ഫ്രീ ആണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ എല്ലാം ഫ്രീ. ചിലതിലൊക്കെ പരസ്യം കാണണമെന്നേ ഉള്ളൂ. 5 സെക്കൻഡ് പരസ്യം അല്ലെങ്കിൽ ഒരു ഫോട്ടോ പരസ്യം എന്ത് കണ്ടാലും മതി. നിങ്ങൾക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. ഒരുപാട് ലോഗോസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സിമ്പിളായിട്ട്. കണ്ടോ, ഒരുപാട് ലോഗോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ലോഗോ സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഇവിടുന്ന് ഒരു ലോഗോ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടതിന് പെട്ടെന്നൊരു ലോഗോ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഏത് ലോഗോ ആണ് സെലക്ട് ചെയ്യേണ്ടത്? ഈ ഒരു ലോഗോ ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഫോട്ടോ ആയിരിക്കും പരസ്യം വരുന്നത്. ജസ്റ്റ് ക്ലോസ് കൊടുത്താൽ മതി. ആ ഒരു ലോഗോ ഇവിടെ ആഡ് ആവും. അടുത്ത ജസ്റ്റ് അതിൻ്റെ കൂടെ സൈസിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കളർ ആൻഡ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. 3D രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റാനൊക്കെ പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യുക. ഇനി അടുത്തത് ടെക്സ്റ്റിൻ്റെ ഓപ്ഷനാണ്. ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ ഗെയിമിംഗ് ചാനലിൻ്റെ പേര് ഇവിടെ ആഡ് ചെയ്തിട്ട് ടിക്ക് കൊടുക്കുന്നു. എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് ഫോണ്ട് ഉണ്ട് അവിടെ. അതിന് ഞാൻ കളർ ഒന്ന് കാട്ടിയിട്ട് അതിൻ്റെ വിസിബിലിറ്റി ഒന്ന് കൂട്ടി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എൻ്റെ ഫോണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അവിടെ ഫോണ്ട് ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് വേണമെങ്കിൽ അതിൻ്റെ ഫോണ്ടൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ കാണിച്ചു തരാം. കണ്ടോ, ഒരുപാട് ഫോണ്ട് ഉണ്ട്. ഇഷ്ടംപോലെ ഫോണ്ട് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ശരണം സെറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്തതായിട്ട് പിന്നെ കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഷാഡോ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 3D എഫക്റ്റ് ആയിട്ട് അത് കൊടുക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇതിന് വളയ്ക്കാനും പുളയ്ക്കാനും ഒക്കെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ലോഗോയും ടെക്സ്റ്റും ഒക്കെ അതിന് എഫക്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ ആഡ് എഫക്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, നമുക്ക് ഇതുപോലെ ഒരുപാട് എഫക്റ്റ് ഉണ്ട്. ഇതിനകത്ത് ഓൾറെഡി ഉണ്ട് എഫക്റ്റ്. കണ്ടോ, ഈ എഫക്റ്റൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് പോലെ കൊടുക്കാൻ പറ്റും. കണ്ടോ, മഴവില്ല് പോലത്തെ എഫക്റ്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടോ ലോഗോ ഒക്കെ വേറെ ലെവലാകും. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളൊരു ലോഗോ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോഗോ വേറെ കിടുക്കാച്ചി ലെവലാകും. അപ്പോൾ ഇതൊക്കെ കൊടുക്കുക. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട. ഫ്രെയിം ഗെയിമേഴ്സ് എഴുതിയേക്കുന്നതൊക്കെ കുറച്ച് ബോറാണെന്ന് അറിയാം. ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം സെറ്റപ്പായിട്ട് ചെയ്യാം. അതിന് പുറമെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതും വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് സേവ് എന്നൊരു ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇമേജിൽ നിങ്ങൾക്ക് HD+ ക്വാളിറ്റിയിൽ അത് സേവ് ചെയ്യാനും സാധിക്കും. വളരെ സിമ്പിളാണ് ഇതിൽ ലോഗോ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ടൊരു കിടുക്കൻ ലോഗോ, ഗെയിമിംഗ് ലോഗോ ഉണ്ടാക്കാൻ പറ്റും. എന്തിനാണെങ്കിലും ലോഗോ ആക്കാൻ പറ്റും ഇത്. അപ്പോൾ മാക്സിമം ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം ട്രൈ ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് നല്ല അടിപൊളി ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓളാക്കി വെച്ച് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.